നമസ്കാരം. ഈ പ്രഭാതത്തിലെ പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ അറിയാം. അതിവേഗ വാർത്തയിൽ പാലക്കാട് മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. കൊല്ലപ്പെട്ട അലന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കടയിൽ പോയി തിരിച്ചു വരുന്നതിനിടെ അലനെയും അമ്മ വിജിയെയും കാട്ടാന ആക്രമിച്ചത്. ആക്രമണത്തിൽ അമ്മ വിജിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. വിജി നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പാലക്കാട് മുണ്ടൂരിൽ ഇന്ന് CPIM ഹർത്താൽ പ്രഖ്യാപിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുമായി സർക്കാർ വീണ്ടും ചർച്ച നടത്തും. ഇന്ന് വൈകിട്ട് 3-ന് മന്ത്രി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയിലാണ് ചർച്ച നടക്കുക. കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന സമര നേതാക്കളുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് 57-ാം ദിവസം, നിരാഹാര സമരം 19-ാം ദിവസം. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടുക്കി രാജകുമാരിയിലെ UDF പ്രവർത്തകർ തലമുണ്ടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് തലമുണ്ടനം ചെയ്തത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ നടത്തുന്ന സമരം 6-ാം ദിവസം കടന്നു. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 12 ദിവസം മാത്രം ശേഷിക്കെ പലവിധ സമരരീതികൾ നടത്തി സർക്കാരിന്റെ ശ്രദ്ധയിൽ വിഷയം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗാർത്ഥികൾ. 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇതുവരെ നിയമനം ലഭിച്ചിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലേക്കാണ് സമരത്തിലേക്ക് കടന്നത്. മാസപ്പടിക്കേസിൽ SFIOയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. SFIOയുടെ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട CMRL രംഗത്ത് വന്നത്. പൂർത്തിയാക്കിയ SFIO സമർപ്പിച്ച കുറ്റപത്രം ED CBI ഡയറക്ടർമാർക്ക് കൈമാറും. മുനമ്പം ഭൂമി വിഷയത്തിൽ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം തുടരാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യത്തിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് റദ്ദാക്കിയുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് വിധി പറയുക. ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് വിധി പറയുക. വഖഫ് ഭൂമി വിഷയത്തിൽ കക്ഷി ചേരാനുള്ള മുനമ്പം നിവാസികളുടെ ഹർജിയിലും ഇന്ന് ഹൈക്കോടതി വിധി പറയും. പെരുമ്പാവൂർ സ്വദേശിയായ യുവതി മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിൽ യുവതിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കഴിഞ്ഞ ദിവസമാണ് അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കുന്നതിനിടെ യുവതി മരിച്ചത്. വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് മണിപ്പൂരിൽ BJP നേതാവിന്റെ വീടിന് തീവച്ചു. മണിപ്പൂരിലെ BJP ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് മുഹമ്മദ് അസ്കർ അലിയുടെ വീടിനാണ് തീവച്ചത്. തൗബാൽ ജില്ലയിലെ ലിലോങ്ങിലാണ് സംഭവം. സംഭവത്തിന് പിന്നാലെ മോഹദ് അലി മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. രാജ്യത്ത് ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ അടുത്ത 3 ദിവസം ഉഷ്ണതരംഗം ഉണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡൽഹി കൂടാതെ ഹിമാചൽ പ്രദേശ്, ഹരിയാന, പഞ്ചാബ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്കും കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിൽ 3 ദിവസത്തെ സന്ദർശനത്തിനെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുകയും സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. കത്വയിൽ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സന്ദർശനം. വിദേശ സർവകലാശാലകളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് എത്തുന്നവർക്ക് ഇനി തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നത് UGC. ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി. തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ നടപടിക്രമങ്ങൾ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചുമതല UGCക്ക് കൈമാറുന്നതെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. കാലതാമസം ഒഴിവാക്കാനാണ് പുതിയ ചട്ടങ്ങളെന്നും കേന്ദ്രം വ്യക്തമാക്കി. UP സർവകലാശാലയിൽ RSSനെതിരെ ചോദ്യമുണ്ടാക്കിയെന്നാരോപിച്ച് അധ്യാപികയ്ക്ക് നേരെ നടപടി. ഉത്തർപ്രദേശ് സർക്കാരിന്റെ ചൗധരി ചരൺ സിംഗ് സർവകലാശാലയിലാണ് സംഭവം. ഏപ്രിൽ 2-ന് നടന്ന 2ാം സെമസ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷയിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തെ തീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെടുത്തുന്ന ചോദ്യപേപ്പർ ഉണ്ടായതായി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പിന്നാലെ ചോദ്യപേപ്പർ തയ്യാറാക്കിയ പ്രൊഫസറെ സർവകലാശാല അധികൃതർ എല്ലാ പരീക്ഷാ മൂല്യനിർണ്ണയ ജോലികളിൽ നിന്നും വിലക്കുകയായിരുന്നു. 2021 മുതൽ തമിഴ്നാട്ടിലെ ജയിലുകളിൽ നിന്ന് 621 ജീവപര്യന്ത തടവുകാരെ മോചിപ്പിച്ചെന്ന് സർക്കാർ.
2021 സെപ്റ്റംബർ 13 മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ജീവപര്യന്തം തടവുകാരെ മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ വിട്ടയക്കുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം 2025 ഫെബ്രുവരി 28 വരെ വിട്ടയച്ചത് 621 ജീവപര്യന്ത തടവുകാരെ. പുതിയ സാമ്പത്തിക വർഷത്തിലെ ആദ്യ പണനയ യോഗം ഇന്ന് ആരംഭിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് വായ്പ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് വായ്പയെടുത്തവർ. നിരക്കുകളിൽ 25 ബേസിസ് പോയിന്റ് കുറവുണ്ടാകുമെന്നാണ് വിദഗ്ധരുടെ പ്രവചനങ്ങൾ. 11 വർഷത്തിനിടയിൽ ശ്രീലങ്കൻ നാവികസേന 2870 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തെന്ന് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുകളിൽ. മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തത് 2015 2025 ഇടയിൽ രാജ്യാന്തര അതിർത്തി ലംഘിച്ചതിനാൽ. 2024 മാത്രം 526 മത്സ്യത്തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളിൽ. സ്കോട്ട്ലൻഡിലെ വനമേഖലയിൽ കാട്ടുതീ പടരുന്നതായി റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാത്രി 11:50 തെക്കൻ സ്കോട്ട്ലൻഡിലെ ഗലോവയിൽ തീ പടരുന്നതായി വിവരം ലഭിച്ചത്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് തീ വ്യാപിക്കുമെന്ന് കരുതുന്നതായി സ്കോട്ട്ലൻഡ് പോലീസ് പറഞ്ഞു. പ്രദേശത്ത് നിന്ന് മാറി നിൽക്കാൻ പോലീസ് ആളുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിലെത്തിയ 2 ബ്രിട്ടീഷ് എംപിമാരെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്ത് തിരിച്ചയച്ചതായി റിപ്പോർട്ട്. ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ എംപിമാരായ യുവാൻ യാങ്, അബ്തിസാം മുഹമ്മദ് എന്നിവരെയാണ് ഇസ്രായേൽ തടഞ്ഞതും തിരിച്ചയച്ചതും. ഇസ്രായേലിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി. ചൈനീസ് സാമൂഹിക മാധ്യമമായ ടിക്ടോക്കിന് US-ൽ പ്രവർത്തിക്കാൻ 75 ദിവസം കൂടി നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഈ സമയപരിധിക്കുള്ളിൽ US-ൽ ടിക്ടോക്കിനെ അമേരിക്കൻ ഉടമസ്ഥതയിൽ കൊണ്ടുവരാനുള്ള പുതിയ കരാറിലെത്തണം. ടിക്ടോക്ക് വിൽപ്പനയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് ചൈനീസ് ഉടമസ്ഥരായ ബൈറ്റ് വൈറ്റ് ഹൌസിനെ അറിയിച്ചു. UAE-യിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്ത സ്കൂളുകൾ അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിലെ സ്കൂളുകൾ തുറന്നെങ്കിലും ക്ലാസുകൾ ആരംഭിക്കുക 14 മുതലായിരിക്കും. CBSE, ICSE, കേരള സിലബസ് എന്നിവ പിന്തുടരുന്ന 100-ലേറെ സ്കൂളുകൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു. ദുബായിയെ ദുബായ് ഐലൻഡുമായി ബന്ധിപ്പിക്കാൻ ദുബായ് ക്രീക്കിന് മുകളിലൂടെ 1.425 കിലോമീറ്റർ നീളത്തിൽ പാലം നിർമ്മിക്കുമെന്ന് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അധികൃതർ. പ്രദേശത്തെ ഗതാഗതം സുഗമമാക്കാനും പാലം സഹായിക്കും. ഇരു ദിശകളിലും 4 വരികളുള്ള പാലത്തിലൂടെ മണിക്കൂറിൽ 16,000 വാഹനങ്ങൾക്ക് കടന്നുപോകാനാകും. ചലച്ചിത്ര സംവിധായകനും നടനും കലാസംവിധായകനുമായ TK വാസുദേവൻ അന്തരിച്ചു. 1960-കളിൽ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് നടക്കും. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിൽ RSS ഗണഗീതം പാടിയതിൽ വിവാദം. കടക്കൽ, കോട്ടുക്കൽ, മഞ്ഞിപ്പുഴ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഗണഗീതം പാടിയതായി പരാതി. സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോട്ടയ്ക്കൽ സ്വദേശി പോലീസിൽ പരാതി നൽകി. ക്ഷേത്ര പരിസരത്ത് RSS കൊടിതോരണം കെട്ടിയതിനെതിരെയും ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറം വേങ്ങരയിലെ DTDC കൊറിയർ വഴി മയക്കുമരുന്ന് കടത്തിയ സംഭവത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൊച്ചി യൂണിറ്റ് പിടികൂടിയ കേസിലെ പ്രതികൾക്ക് മഞ്ചേരി NDPS കോടതി 12 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 1-ാം പ്രതി മലപ്പുറം കണ്ണാട്ടിപ്പടി സ്വദേശി അബ്ദുൾ ജലീൽ, 4-ാം പ്രതി തൃശൂർ രായമരക്കാർ സ്വദേശി ഷിഫാസ് എന്നിവരെയാണ് ജഡ്ജി MP ജയരാജ് ശിക്ഷിച്ചത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും 52 ഗ്രാം MDMA-യുമായി യുവതി അടക്കം 3 പേരെ പോലീസ് പിടികൂടി. ചിറയൻകീഴ് സ്വദേശിയും നിരവധി മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയുമായ സുമേഷ്, കഠിനംകുളം സ്വദേശി ജിഫിൻ, പാലക്കാട് സ്വദേശി അനു എന്നിവരാണ് പിടിയിലായത്. കൊല്ലം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ കഞ്ചാവുമായി 45 വയസ്സുകാരൻ പിടിയിൽ. തിരുവനന്തപുരം KSRTC ബസ്സിലെ യാത്രക്കാരനായ പുനലൂർ സ്വദേശി സജീവ് കുമാറാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 2 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. തിരുവനന്തപുരം കാട്ടാക്കട പൂവലിൽ റോഡരികിൽ ഒതുക്കിയിട്ട പെട്ടിയോട്ടോയ്ക്കുള്ളിൽ അബോധാവസ്ഥയിൽ കിടന്ന 55-കാരൻ മരിച്ചു. അരുവിക്കര സ്വദേശി നസീറാണ് മരിച്ചത്. പൂവച്ചൽ ഉണ്ടപ്പാറ ചന്തയ്ക്ക് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തോട് ചേർന്നിടത്ത് പെട്ടിയോട്ടോയ്ക്കുള്ളിൽ അബോധാവസ്ഥയിൽ കാണുകയായിരുന്നു. മലപ്പുറം പരപ്പനങ്ങാടി റോഡിൽ സ്കൂൾ പടിക്ക് സമീപം ഓട്ടോറിക്ഷയും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. പറൂർപ്പടി സ്വദേശി വിജേഷാണ് മരിച്ചത്. ഓട്ടോ ഡ്രൈവറായ ഏഴൂർ സ്വദേശി സുബിന് ഗുരുതരമായി പരിക്കേറ്റു.
മെഹബൂബിനെ ആശുപത്രിയിലേക്ക് മാറ്റി. തൃശൂർ കുന്നംകുളം ചൂണ്ടലിൽ KSRTC ബസ് തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പുതുശ്ശേരി സ്വദേശി തെക്കേക്കര വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. സംഭവത്തിൽ KSRTC ബസ് ഡ്രൈവർ സജീഷിനെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്കൂട്ടർ യാത്രികന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ തലോരിൽ കോഴിമാലിന്യവുമായി വന്ന പിക്കപ്പ് വൈദ്യുതി പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിലിടിക്കുകയായിരുന്നു. അതേസമയം വാഹനത്തിലുണ്ടായിരുന്ന കോഴിമാലിന്യം അടിയന്തരമായി നീക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. മലപ്പുറം നെന്മിനിയിൽ വയോധികയെ ലൈംഗികമായി ആക്രമിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് കരുവാരക്കുണ്ട് പുന്നക്കാട് സ്വദേശി ഷംസുദ്ദീൻ. വയോധികയുടെ വീട്ടിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അടുക്കള ഭാഗത്തുകൂടി അതിക്രമിച്ചു കയറിയ ഷറഫുദ്ദീൻ വയോധികയെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വയോധികയുടെ നിലവിളി കേട്ട് വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളും നാട്ടുകാരും ഓടിയെത്തി പ്രതിയെ തടഞ്ഞുവെക്കുകയും തുടർന്ന് പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴ കട്ടാനം ജംഗ്ഷന് സമീപം മാരകായുധങ്ങളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. ഭരണിക്കാവ് സ്വദേശികളായ മുഹമ്മദ് നാഫിൽ, നിതിൻ എന്നിവരാണ് അറസ്റ്റിലായത്. കളീക്കൽ ക്ഷേത്രത്തിന് മുൻവശം മോട്ടോർ സൈക്കിളിലെത്തിയ യുവാക്കൾ അക്രമാസക്തരാകുകയും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. തൃശൂരിൽ ഓപ്പറേഷൻ കാപ്പവേട്ടയിൽ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി. നാട്ടിക സ്വദേശി ഷാജഹാനാണ് കാപ്പ പ്രകാരം 6 മാസക്കാലത്തേക്ക് കാപ്പ ചുമത്തിയത്. ഓപ്പറേഷൻ കാപ്പ പ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. 2025 മാത്രം ഇതുവരെ തൃശൂർ റൂറൽ ജില്ലയിൽ 32 പേരെ ജയിലിൽ അടച്ചിട്ടുണ്ട്. തൃശൂരിൽ സൈബർ തട്ടിപ്പിലൂടെ ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ 2 പേരെ കൂടി റിമാൻഡ് ചെയ്തു. കോഴിക്കോട് സ്വദേശികളായ ജാസിർ, ഷക്കീൽ റഹ്മാൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. വ്യാജ ഓൺലൈൻ ട്രേഡിംഗ് സൈറ്റ് നിർമ്മിച്ച് ചെട്ടിയാൽ സ്വദേശിയായ റിട്ടയേർഡ് അധ്യാപകനിൽ നിന്ന് ഉയർന്ന ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ പണം തട്ടിയത്. ഇടുക്കി മൂന്നാർ ടൗണിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മോഷണം തടയാൻ ശ്രമിച്ച കാവൽക്കാരനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും പിടികൂടി. മേട്ടുപ്പാളയം ഒട്ടൻതുറൈ സ്വദേശി ഗോപാൽ എന്ന് വിളിക്കുന്ന P. സെൽവകുമാറാണ് പിടിയിലായത്. ഇയാൾ 50-ലധികം കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതി മോഷണം നടത്തിയ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. തൃശൂരിൽ ഉത്സവാഘോഷ കമ്മിറ്റിക്കാരായ 2 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 യുവാക്കൾ അറസ്റ്റിൽ. ആശാരിമുല സ്വദേശി ലിബിൻ, ശിവൻ, ഫ്ലമിൻ, എറിക്, നെബിൽ എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ലേറ്റുംകര വടക്കുമുറി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് നടന്ന സംഘർഷത്തിലാണ് മുല്ലശ്ശേരി സ്വദേശി അജീഷ്, സുഹൃത്തായ രാജേഷ് എന്നിവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെയും റിമാൻഡ് ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അഴീക്കോട് സ്വദേശി സുജേഷാണ് അറസ്റ്റിലായത്. വിവാഹമോചിതയായ യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് യുവതിയുടെ പരാതിയിൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് പ്രതിയെ പിടികൂടുകയായിരുന്നു. കുപ്പിയിൽ പെട്രോൾ നൽകാത്തതിനെ തുടർന്ന് പട്ടാമ്പിയിൽ പെട്രോൾ പമ്പിലെ വനിതാ ജീവനക്കാരെയും മാനേജരെയും മർദ്ദിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കുപ്പിയിൽ പെട്രോൾ നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു മർദ്ദനം. ഓഫീസിലിരുന്ന മാനേജറെ വലിച്ചിഴച്ച് പെട്രോൾ അടിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ച ശേഷം ഫലമായി കുപ്പിയിൽ പെട്രോൾ നിറച്ച സംഘം മടങ്ങുകയായിരുന്നു. ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ സഹിതം ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകി. എറണാകുളം മുനമ്പത്തെ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. കോൺവെന്റ് റോഡ് സ്വദേശി സനീഷാണ് അറസ്റ്റിലായത്. മുനമ്പം സ്വദേശി സിനുവിനെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ്. ആലപ്പുഴ മാന്നാറിൽ റെയിൽവേയിൽ TTI ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയെടുത്ത പ്രതി പിടിയിൽ. തിരുവനന്തപുരം കണിയാപുരം സ്വദേശി AP ഇബ്രാഹിം കുട്ടിയാണ് അറസ്റ്റിലായത്. മാന്നാർ സ്വദേശി മോഹനകുമാറാണ് തട്ടിപ്പിനിരയായത്. 2021 മകന് ജോലി നൽകാമെന്ന് പറഞ്ഞ് മോഹനകുമാറിൽ നിന്നും 18 ലക്ഷം രൂപ പ്രതി തട്ടിയെടുക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ വാഹനങ്ങളുടെ രേഖകളിൽ അമിത പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന ആൾ പിടിയിൽ. താണിക്കുളം സ്വദേശി ജെയ്സൺ CAയാണ് വിയ്യൂർ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ലൈസൻസോ മറ്റ് അധികാര പത്രങ്ങളോ ഇല്ലാതെയാണ് ഇയാൾ അമിത പലിശയ്ക്ക് പണം കടം കൊടുത്തത്.
തൃശൂരിൽ പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് കല്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതികൾ പിടിയിൽ. കേസിലെ പ്രതികളായ ലാലൂർ സ്വദേശികൾ പ്രജിത്ത്, സന്തോഷ് 17 വയസ്സുള്ള ഒരാൾ എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോർച്ചിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിന്റെ ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. 17-കാരനെ ഗവൺമെന്റ് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി. സാമൂഹ്യമാധ്യമം വഴി യുവതികളുമായി സൗഹൃദം നടിച്ച് നഗ്നതാ പ്രദർശനം നടത്തുകയും വ്യാജ ഫോട്ടോകൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയും ചെയ്ത പ്രതി പിടിയിൽ. മാറഞ്ചേരി സ്വദേശി മുഹമ്മദ് ഫുവാദാണ് പിടിയിലായത്. കോഴിക്കോട് സ്വദേശിയായ യുവതി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. നിരവധി സ്ത്രീകളെ പ്രതി ഇത്തരത്തിൽ തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ട്. പോലീസ് നടത്തിയ പരിശോധനയിൽ നിരവധി ഫോണുകളും സിം കാർഡുകളും പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തു. തൃശൂർ പല്ലിശ്ശേരി ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തം ശിക്ഷ. പല്ലിശ്ശേരി സ്വദേശി വേലപ്പനെയാണ് 3 ജീവപര്യന്തം തടവിനും പിഴ അടയ്ക്കാനും തൃശൂർ SC/ST സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. പല്ലിശ്ശേരി സ്വദേശികളായ ചന്ദ്രൻ, മകൻ ജതിൻ കുമാർ എന്നിവരെയാണ് കൊലപ്പെടുത്തിയത്. 2022 നവംബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂരിൽ അറസ്റ്റിൽ. ആലപ്പുഴ ചെന്നിത്തല സ്വദേശി പ്രസാദിനെയാണ് മുനിസിപ്പൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ നഗരത്തിൽ ഉൾപ്പെടെ വിവിധ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുന്നതിനാൽ പ്രസാദിനെതിരെ വാറണ്ടും നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന കൗൺസിലർ VP രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് P രാജഗോപാലൻ അധ്യക്ഷനായി. മധ്യപ്രദേശിലെ ജബൽപൂരിൽ പുരോഹിതന്മാരെയും വിശ്വാസികളെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂർ പാവറട്ടിയിൽ കേരള കോൺഗ്രസ് M മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ സംസ്ഥാന കമ്മിറ്റി അംഗം KJ മേജോ ഉദ്ഘാടനം ചെയ്തു. PJ പോൾ അധ്യക്ഷനായി. മലപ്പുറം കുറ്റിപ്പുറം വില്ലേജ് ഓഫീസിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA നൽകിയ ശുപാർശയെ തുടർന്ന് 2024-25 സാമ്പത്തിക വർഷത്തിലെ പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വില്ലേജിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്നത്. ഇതോടെ മണ്ഡലത്തിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടു. മലപ്പുറം ഏറനാട് താലൂക്കിന് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന്റെ ഭാഗമായി ജീവനക്കാർക്ക് അനുമോദനവും മികച്ച റവന്യൂ ഉദ്യോഗസ്ഥർക്കുള്ള അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ഏറനാട് താലൂക്ക് ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. RR ഡെപ്യൂട്ടി തഹസീൽദാർ SR റെജി രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് തയ്യാറാക്കിയ റീൽസ് പ്രകാശനം ചെയ്തു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ IAS പ്രകാശനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ K ഇമ്പശേഖരൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ പാണ്ടനാട് വെസ്റ്റ് പമ്പ റെസിഡൻസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ദുകാന്തം ആയുർവേദ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് നടത്തി. കാർത്തികപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ V അരുൺകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഫോറം പ്രസിഡന്റ് AR മോഹനകുമാർ അധ്യക്ഷനായി. കാസർഗോഡ് പക്ഷിമൃഗാദികളുടെ അവകാശങ്ങളും ഉഷ്ണതരംഗത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽ ഇന്ത്യ എന്ന മൃഗസംരക്ഷണ സംഘടനയാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥികൾക്കായി കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ IPSന്റെ നേതൃത്വത്തിൽ കൊല്ലം ഇരവിപുരം കമ്മ്യൂണിറ്റി ഹാളിൽ പരാതി പരിഹാര അദാലത്ത് നടന്നു. പ്രദേശത്തെ ലഹരി ഉപയോഗവും ഇതേ തുടർന്നുള്ള അതിക്രമങ്ങളും തടയുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. പ്രദേശവാസികൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മീഷണർക്കും ACPക്കും പരാതി നൽകി. തൃശൂരിൽ കോക്ലിയർ പ്ലാന്റിസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തക കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ സിയാക്സ് സംസ്ഥാന പ്രസിഡന്റ് NK നവാസ് ഇടത്തിണ്ണയിൽ ഉദ്ഘാടനം ചെയ്തു. സിയാക്സ് ജില്ലാ പ്രസിഡന്റ് MP ആനന്ദ് അധ്യക്ഷനായി. തൃശൂർ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പുത്തൻപീടിക ഉദയം അംഗനവാടി റോഡ് ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ അനുവദിച്ചതിൽ ഇരു സൈഡിലും കാനകൾ നിർമ്മിച്ചും ടൈൽ പാകിയുമാണ് റോഡ് പണി പൂർത്തിയാക്കിയത്.
തൃശൂർ അതിരൂപത നടത്തുന്ന 28ാം പാലയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പദയാത്ര ഇന്ന് പടുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ നിന്ന് ആരംഭിച്ചു. ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, കോർഡിനേറ്റർ ജോൺസൺ കൂടലിക്ക് പതാക കൈമാറിക്കൊണ്ട് പദയാത്ര ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ പദയാത്രയിൽ പങ്കെടുത്തു. തൃശൂർ കൊരട്ടിയിൽ NH 544 റോഡിലെ ഗതാഗത കുരുക്കഴിക്കാൻ താൽക്കാലിക പാതയൊരുക്കി റൂറൽ പോലീസ്. താൽക്കാലിക പാതയിൽ വാഹനങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ആവശ്യമായ ദിശാബോർഡുകളും സ്ഥാപിച്ചു. തൃശൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ 95ാം വാർഷികത്തോടനുബന്ധിച്ച് സർവോദയ സദസ്സ് സംഘടിപ്പിച്ചു. സദസ്സ് സർവോദയ ദർശൻ ചെയർമാൻ M. പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. VS സുകുമാരൻ അധ്യക്ഷനായി. കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം തന്ത്രി രമേശ് ഭാനു ഭണ്ഡാരത്തിന്റെ കാർമ്മികത്വത്തിൽ കൊടിയേറിയ ഉത്സവം ഏപ്രിൽ 15-ന് പൂരത്തോടുകൂടി സമാപിക്കും. 10 ദിവസമായി നടക്കുന്ന ഉത്സവത്തിന് വിശേഷാൽ പൂജകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. തൃശൂർ കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ അഴകത്തുമനയ്ക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയും ഹരീഷ് കുമാർ നമ്പൂതിരിയും ചേർന്ന് പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. തുടർന്ന് അഭിനേത്രി ശിവാനി മേനോൻ ആദ്യ പൊങ്കാല സമർപ്പണം നടത്തി. മലപ്പുറം വളാഞ്ചേരിയിൽ കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം ലഹരി നിർമ്മാർജ്ജന സമിതി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കുവാൻ പ്രത്യേക പോലീസ് സംവിധാനം ഏർപ്പെടുത്തണമെന്നും ലഹരി മാഫിയകൾ കൈയടക്കിയിരിക്കുന്ന പ്രദേശങ്ങൾ നിരീക്ഷിക്കുവാൻ ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് നഗരസഭയോട് ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമായി. PKS തൃശൂർ ജില്ലാ പ്രവർത്തക യോഗം തൃശൂരിൽ നടന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കുന്ന ഈ വർഷത്തെ സംസ്ഥാന പ്രവർത്തന ഫണ്ട് പ്രവർത്തനം വിജയിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. PKS സംസ്ഥാന ട്രഷറർ VR ശാലിനി യോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ PA പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാലിന്യമുക്തമായി കാസർഗോഡ് ജില്ലയെ പ്രഖ്യാപിച്ചു. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ജില്ലാതല പ്രഖ്യാപനം നിർവഹിച്ചു. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ മുഖ്യാതിഥിയായിരുന്നു. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് മാതൃകാപരമായ നേതൃത്വം കാഴ്ചവെച്ച വ്യക്തികൾക്കും പഞ്ചായത്തുകൾക്കുമുള്ള പുരസ്കാരങ്ങൾ കൈമാറി. പ്രമുഖ ഇന്ത്യൻ ചിത്രകാരൻ ത്വയ്ബ് മേത്തയുടെ ചിത്രം മുംബൈയിൽ നടന്ന വാർഷിക ലേലത്തിൽ വിറ്റുപോയത് 61.80 കോടി രൂപയ്ക്ക്. ബുധനാഴ്ചയായിരുന്നു ലേലം. റെഡ് ബുൾ എന്ന ചിത്രമാണ് ലേലത്തിൽ വിറ്റത്. മേത്തയുടെ ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ വിറ്റുപോയത് ഈ ചിത്രമാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ 3 പുതിയ യൂട്ടിലിറ്റി വാഹനങ്ങൾ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് മഹീന്ദ്ര. ഈ വർഷം കമ്പനി ഇലക്ട്രിക് XUV അവതരിപ്പിക്കും. ഈ വർഷം മഹീന്ദ്ര റാളി അടിസ്ഥാനമാക്കിയുള്ള റഗ്ഡ് ഇലക്ട്രിക് XUV, എൻട്രി ലെവൽ XUV 3, XOV എന്നിവ പുറത്തിറക്കും. ഓണറിന്റെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ മോഡലുകളായ Play 60, Play 60M എന്നിവ ലോഞ്ച് ചെയ്തു. ഫോണിന്റെ ചൈനീസ് ലോഞ്ചിംഗ് ആണ് നടന്നിരിക്കുന്നത്. മികച്ച ക്യാമറ, ബാറ്ററി സവിശേഷതകളോടെയാണ് ഫോൺ വിപണിയിലെത്തിയത്. ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ പാലക്കാട് ജില്ലാ കാര്യാലയത്തിൽ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബികോമും ടാലി പ്രാവീണ്യവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. പാലക്കാട് ജില്ലയിലുള്ളവർക്കാണ് മുൻഗണന. താൽപ്പര്യമുള്ളവർ അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഏപ്രിൽ 22-ന് ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിൽ അഭിമുഖത്തിനെത്തണം. ക്ലീൻ കേരള കമ്പനി ലിമിറ്റഡിന്റെ കൊല്ലം, കോട്ടയം കാര്യാലയങ്ങളിലേക്ക് സെക്ടർ കോർഡിനേറ്റർമാരുടെ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. അതാത് ജില്ലകളിലുള്ളവർക്കായിരിക്കും മുൻഗണന. താൽപ്പര്യമുള്ളവർ അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഏപ്രിൽ 22 രാവിലെ 10-ന് മുൻപ് അഭിമുഖത്തിന് ഹാജരാകണം. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഏപ്രിൽ 10-ന് രാവിലെ 11 മണിക്കാണ് അഭിമുഖം. SSLC, VHSC, ECG ടെക്നീഷ്യൻ കോഴ്സ് എന്നിവ പാസ്സായവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സൂപ്രണ്ടന്റ് ഓഫീസിൽ ഹാജരാകണം.
ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം നടക്കുക. ആദ്യ 4 മത്സരങ്ങളിൽ നിന്നൊരു വിജയം മാത്രം നേടിയ മുംബൈ പോയിന്റ് പട്ടികയിൽ 8-ാം സ്ഥാനത്താണ്. അതേസമയം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ചെന്നൈ സൂപ്പർ കിങ്സിനെയും തുടർച്ചയായ വിജയങ്ങളോടെയാണ് RCB തങ്ങളുടെ വിജയത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്തിനെതിരായ മത്സരത്തിൽ ഹൈദരാബാദിന് സ്വന്തം തട്ടകത്തിൽ തോൽവി. 7 വിക്കറ്റിനാണ് ഗുജറാത്തിന്റെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഹൈദരാബാദിന് 8 വിക്കറ്റ് നഷ്ടത്തിൽ നേടാനായത് 152 റൺസ്. 153 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് 3 വിക്കറ്റ് നഷ്ടത്തിൽ ജയം കണ്ടെത്തുകയായിരുന്നു. RJ മറഡോണയ്ക്ക് ശേഷം സംവിധായകൻ ആനന്ദ് കൃഷ്ണരാജ് കാളരാത്രി എന്ന പുതിയ ചിത്രവുമായി തിരിച്ചെത്തുന്നു. ആനന്ദ് തന്നെ രചനയും സംവിധാനവും നിർവഹിക്കുന്ന കാളരാത്രി ഒരു ആക്ഷൻ പാക്ഡ് ക്രൈം ത്രില്ലറാണ്. തമിഴ് ബ്ലോക്ക് ബസ്റ്റർ കൈദിയുടെ കേരളത്തിലെ വിജയകരമായ വിതരണത്തിന് ശേഷമുള്ള കമ്പനിയുടെ ആദ്യത്തെ സ്വതന്ത്ര നിർമ്മാണ സംരംഭമാണിത്. ഗണപതിയും സാഗർ സൂര്യയും നായകന്മാരാകുന്ന ഏറ്റവും പുതിയ ചിത്രം പ്രകമ്പനത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്തിറങ്ങി. നവരസ ഫിലിംസിന്റെയും ലക്ഷ്മിനാഥ് ക്രിയേഷൻസിന്റെയും ബാനറിൽ ശ്രീജിത്ത്, സുധീഷ്, ബ്ലസ്സി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. നദികളിൽ സുന്ദരി യമുന എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഹൊറർ കോമഡി എന്റർടൈനറാണ്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം കൂലിയുടെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 14-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യും. പുതിയ പോസ്റ്റർ പങ്കുവച്ചാണ് പ്രഖ്യാപനം. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് കൂലിയുടെ നിർമ്മാണം. സൗബിൻ ഷാഹിർ, ധ്യാൻ ശ്രീനിവാസൻ, ദിലീഷ് പോത്തൻ, നമിത പ്രമോദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത പുതിയ ചിത്രം മച്ചാന്റെ മാലാഖ OTT-യിൽ റിലീസായി. ആമസോൺ പ്രൈം, മനോരമ മാക്സ്, സിംപ്ലി സൗത്ത് എന്നീ OTT-കളിലാണ് റിലീസായിരിക്കുന്നത്. അതിവേഗ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.